ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് അറിയത്തില്ല. പോത്ത് പുലാവൊക്കെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ ഡിഷൊക്കെ ഓർഡർ ചെയ്ത് വന്നിട്ടോ. ചിക്കൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പോത്ത് പുലാവാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത പോത്ത് പുലാവ് കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി ഉള്ളൊരു സാധനമാണ് ഈ പോത്ത് പുലാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല നൈസ് ആട്ടോ. നല്ല ഒരുപാട് മസാലയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിൻ്റെ മീറ്റാണൊക്കെ ഉണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഒറിജിനൽ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ നാരിങ്ങനെ വരില്ല. അതേ സെയിം തന്നെ കേട്ടോ. പോത്തെന്ന് പറഞ്ഞാൽ പക്ക പോത്തിൻ്റെ പുലാവ്. അതും ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ചു കഴിച്ചു. അപ്പോൾ എനിക്ക് പോത്ത് പുലാവ് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് കൈ കഴുകാൻ ഇറങ്ങി കേട്ടോ. കൈ കഴുകാൻ ഇറങ്ങിയപ്പോൾ അടുത്ത വേറൊരു വാഷ് ബേസിലേക്കാണ് നമ്മൾ പോയത്. അവിടെയും ആ സെയിം രീതിയിൽ തന്നെയാണ് അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം കൊണ്ട് നൈസ് ഒരു ആംബിയൻസും വൈബും ഒക്കെ ആഗ്രഹിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു ഫീലൊക്കെ ആയിരിക്കും. നല്ലൊരു വൈബും നല്ല ഫീലും വയറും ഒക്കെ നിറഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. എടപ്പള്ളിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു കഫേ തന്നെയാണ് ഈ ഒരു ഹിഡൻ കഫേ കേട്ടോ.